ചെയ്തു, ബാരിക് ലഹു ഫീ ഉംരിഹി, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ വലദിഹി. മഹാനവറുകൾ കഥാ ദുആ ചെയ്യുകയാണ്. 102 മക്കൾ ഉണ്ടായിരുന്നു എന്ന് ചില നിവേദനം, 94 മക്കൾ ഉണ്ടായിരുന്നു എന്ന് ചിലരുകൾ. ഏതായാലും 100ഓളം സന്താനങ്ങളുടെ വാപ്പയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. 100 വയസ്സോളം ജീവിച്ച മഹാനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ബസ്റയിലാണ്. ആ ബസ്റയിലാണ് മുഹമ്മദ് ബിൻ സിരീൻ തങ്ങൾ ഉള്ളത്. വരട്ടെ, മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ തങ്ങൾ ജയിലിൽ കിടക്കുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഗുരുവര്യരായ ഖാദിമു റസൂലുള്ളാഹ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ എല്ലാവരും കൂടി ഓടിച്ചെല്ലുകയാണ്. ജയിലറയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ഭരണാധികാരിയെ സമീപിക്കുകയാണ്. അനസ് ബിൻ മാലിക് തങ്ങൾ മഹാനവറുകളുടെ വസിയ്യത്തിലുണ്ട്, മുഹമ്മദ് ബിൻ സിരീൻ എന്നവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത് വഫാത്തായാൽ. അതുകൊണ്ട് ഓടി വന്ന് പറയുന്നു, ഓ മുഹമ്മദ് ബിൻ സിരീൻ, അനസ് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി, ഇമാമത്ത് നിൽക്കേണ്ടത് നിങ്ങളാണ്. ഭരണാധികാരിയോട് ഞങ്ങൾ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഇറങ്ങി വരണം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയ്ക്ക് ഇമാമത്ത് നിൽക്കാൻ. മുഹമ്മദ് ബിൻ സിരീൻ തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാൻ വരാനായിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹുവിനോട് അദമ്യമായ സ്നേഹമുള്ള അനുയായി ജനാസയ്ക്ക് ഇമാമത്ത് നിൽക്കണമെന്ന വസിയ്യത്ത് ഏൽപ്പിക്കപ്പെട്ട മഹാൻ, രാജ്യത്തിന്റെ ഭരണാധികാരിയിൽ നിന്ന് സമ്മതം കിട്ടി ജയിലിൽ നിന്ന് ഇറങ്ങാൻ. മഹാനായ മുഹമ്മദ് ബിൻ സിരീൻ തങ്ങൾ പറഞ്ഞു, ആയിട്ടില്ല, എന്റെ ഇടപാടുകാരൻ ഇവിടെ വരണം, എന്നിട്ട് അദ്ദേഹം എനിക്ക് സമ്മതം നൽകിയാൽ ഞാൻ വരാം. നിങ്ങൾ നോക്ക്, ഈ നീതിശാസ്ത്രം ആധുനിക യുഗത്തിൽ അവതരിപ്പിക്കേണ്ടവരാണ് നമ്മൾ. എന്നാൽ നമ്മളുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താണ്? പല ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ ആദ്യം പറയും, ഉസ്താദേ എന്റെ കടയിൽ 4 പാർട്ട്ണർമാരുണ്ട്. 4 ദിവസം കഴിയുമ്പോൾ ഒരു പാർട്ട്ണർക്ക് തോന്നും 3 തട്ടിയിട്ട് എന്റെ കടയാക്കിയാൽ എന്താണ്? ചില ആളുകൾ ലീവ് കഴിഞ്ഞ് ചെല്ലുമ്പോ കട ഉണ്ടാവില്ല. അതുപോലെ എന്തെല്ലാമുള്ള കൊള്ളത്തരങ്ങളാണ് പ്രിയമുള്ളവരെ നടക്കുന്നത്. നമ്മുടെ ജീവിതം മുഴുവനും നീതിനിഷ്ഠയുള്ള ജീവിതമാകണം. കാരണം നമ്മുടെ എല്ലാ തലങ്ങളെയും നിരീക്ഷിച്ച് പരീക്ഷിച്ച് രക്ഷാശിക്ഷകൾ അടയാളപ്പെടുത്തുന്ന ഒരു ഉടമസ്ഥനുണ്ട് എന്ന ബോധം വേണം. ആ ഉടമസ്ഥന്റെ മാർഗത്തിലേക്ക് വിളിച്ച നേതാവാണ് ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഅഹ്മദ് ആസമാനോ മേ, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഅഹ്മദ് ആസമാനോ മേ, മദീന രാജധാനി ഹേ ദോ അലം പർ ഹുകൂമത്ത് ഹേ. അവിടെയാണ് മദീനയിൽ നിന്ന് മണിപ്രവാളം ഉയർത്തിയിട്ട് മാലോകരുടെ മനതലങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മലയങ്ങളെ അടയാളപ്പെടുത്തിയിട്ട് ആധികാരികതയുടെ പ്രത്യയശാസ്ത്ര പ്രഖ്യാപനം നടത്തിയ, ലോകത്തിലെ മുഴുവൻ ഭരണാധികാരികളെയും അത്ഭുതപ്പെടുത്തിയ, എന്റെയും നിങ്ങളുടെയും ചങ്കിന്റെ ഉള്ളിലെ പെടയ്ക്കുന്ന ശകലമായി നിൽക്കുന്ന ലോകത്തിന്റെ മുഴുവനും പ്രഭാവമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ, സ്വലാത്തിന് ഊർജം പോരാ. ഈ സദസ്സിനാകെ ബാക്കിയുള്ള ഉയരുന്ന സ്വലാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ഭൂമി ലോകത്തെ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൂമി ലോകത്ത് അറിയപ്പെടുന്ന, പ്രിയപ്പെടുന്ന, സാധാരണ ഉപയോഗിക്കപ്പെടുന്നത് മുഹമ്മദാണ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹമ്മദീയ വിലാസം ഈ ലോകത്തിന്റെ അധികാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്മദീയ വിലാസം ആകാശ ലോകത്താണ്. ദാർശനികമായി അടയാളപ്പെടുത്തിയവർ, ഇതിന് വ്യാഖ്യാനം നൽകിയവർ ഏറെയുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഫ്രിഡ്ജ് ഓഫ് ഷിയോൺ ഇത് എഴുതുന്നുണ്ട് വിശാലമായി. അഹ്മദീയ അധികാരം ആകാശ ലോകത്ത്, മുഹമ്മദീയ പ്രവാഹം ഭൗമിക ലോകത്ത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യത്തിന്റെ രണ്ട് തലങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസത്തിന്റെ രണ്ട് തലങ്ങൾ. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? മദീന രാജധാനി ഹേ. മദീന എന്ന് പറയുന്നത് ഭരണതലസ്ഥാനമാണ്. എവിടുത്തെ തലസ്ഥാനമാണ്? ദുആലം പർ ഹുകൂമത്ത് ഹേ. രണ്ട് ലോകത്തെയും അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് മദീന എന്ന് പറയുന്നത്. ആ മദീനയിൽ നിന്ന് ലോകത്തിന് കിട്ടിയത് മുഴുവനും ശാന്തിയാണ്, സമാധാനമാണ്. എന്റെ ഉമ്മപെങ്ങന്മാരോട് വിനയത്തിന്റെ ഭാഷയിൽ പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ ഒരു ചരിത്രം ഞാൻ ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഏകാന്തമായ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ആരെയാണ്? അല്ലാഹുൽ വാഹിദുൽ ഖഹാർ. പൊന്നുമോളെ, വീടിന്റെ അകത്തളത്തിലെ സ്വകാര്യ മുറിയിൽ ഇരുന്നു കൊണ്ട് സിനിമയും സീരിയലും ചാനലും ആൽബം ഗാനങ്ങളും കേട്ടും ആടിയും പാടിയും നീ നിന്റെ കൗമാര യൗവനങ്ങൾ ചെലവഴിക്കുമ്പോ നിനക്ക് ജീവൻ നൽകിയ അല്ലാഹ്, നിനക്ക് എല്ലാം നൽകിയ അല്ലാഹ്, നിനക്ക് സൗന്ദര്യം നൽകിയ അല്ലാഹ്, നിനക്ക് സന്താനങ്ങളെ നൽകിയ അല്ലാഹ്, നിനക്കെല്ലാം നൽകിയ അല്ലാഹുവിന്റെ നിരീക്ഷണത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റൂല മോളെ. ആ അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാ മോളെ. ഓരോ നിമിഷവും നമ്മളെ ഖബറിലേക്ക് അടുക്കുകയാണ്. ഉറങ്ങുമ്പോഴും നമ്മൾ ഓടുകയാണ്. ഉറങ്ങുമ്പോഴും നമ്മൾ ഓടുക. എവിടേക്ക് ഓടണ്? ഖബറിലേക്ക് ഓടുകയാണ്. 6 മണിക്കൂർ നീ ദിവസമോടെ ഉറങ്ങുകയാ, നിനക്ക് റെസ്റ്റാണ്. പക്ഷേ ഖബറിലേക്കുള്ള ദൂരം കുറയുകയാണ്. ഉറങ്ങുമ്പോഴും നീ ഓടുകയാണ് ഖബറിലേക്ക്. ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെയാണ്. ചെറുതും വലുതുമായ മുഴുവൻ വിഷയങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ അറിയണം. നിന്റെ ജീവിതത്തിന്റെ എല്ലാ തലത്തിലും നിനക്ക് വ്യക്തമായൊരു വീക്ഷണം അടയാളപ്പെടുത്തി തന്ന ഒരു നേതാവുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളാണ്. പ്രിയമുള്ളവരെ, കേരളത്തിൽ ഒരുപാട് മതപ്രഭാഷണങ്ങൾ നടത്തിയ മഹാനാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അവറുകൾ. ആത്മീയമായി ഒരുപാട് ആളുകൾക്ക് മാർഗദർശനം നൽകിയവരാണ്. ഒരുപാട് ആളുകളെ 100 സദസ്സുകളിൽ വെച്ചുകൊണ്ട് നന്മയിലേക്ക് ക്ഷണിച്ചവരാണ്. എന്റെ അറിവിൽ ഞാൻ നേരിട്ട് അവിടുത്തെ പ്രഭാഷണങ്ങൾ 1-2 തവണയെ കേട്ടിട്ടുള്ളൂ. വേറെ കേട്ട ഉസ്താദുമാർ ഇവിടെയുണ്ട്. പഴയകാലത്തൊക്കെ രാത്രി കുറെ വൈകിട്ടാണ് വയല് തുടങ്ങുക. അപ്പൊ ഉസ്താദ് അവർകൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടായിരുന്നു അത്രേ അവിടുത്തെ വയല് തുടങ്ങാറ്. അവിടുന്ന് വിശ്രമിക്കുന്ന ഖബറിന്റെ 4 പാടും കെട്ടിയിരിക്കുന്ന ഓരോ കല്ലിലും ജീവിതകാലത്ത് 1000 സൂറത്തുൽ ഇഖ്ലാസ് വീതം ഓതി മന്ത്രിച്ച് കാത്തിരുന്നവരാണ്. എന്റെ വാപ്പയുടെ ജ്യേഷ്ഠനും ഉസ്താദുമായിരുന്ന അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ് അവർകൾ മുത്താപ്പയുടെ സഹപാഠിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബപരമായി വളരെ അടുത്തറിയാം. അത്രയും വലിയ ആത്മീയമായ ചിട്ടയുള്ളൊരു ജീവിതം. മരണപ്പെട്ടാൽ എന്നെ ഇത്ര സമയത്തിനുള്ളിൽ യാത്രയാക്കണമെന്ന് പറഞ്ഞവർ, ഒരുങ്ങി മരണപ്പെട്ടതിന്റെ ഒരുപാട് ലക്ഷണമുള്ളവർ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെല്ലാം അങ്ങനെയാണ്. മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് എത്രയോ കാലം മുമ്പ് കാത്തിരിക്കുകയായിരുന്നു യാത്രയ്ക്ക്. അടുത്തുള്ളവരോട് പറയുമായിരുന്നു അത്രേ, ഞാൻ യാത്രയ്ക്ക് റെഡിയായിരിക്കുകയാണ്. ഏതു യാത്രയാണ്? അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്. ഈ ലോകത്തു നിന്നുള്ള വിയോഗമാണ്.
അത് കാത്തിരുന്നവരാണവർ. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വരുന്നു. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അവിടുത്തെ ഭാര്യയ്ക്ക് എഴുതിയ ഒരു കത്തുണ്ട്. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇസ്ലാമിന്റെയും വീക്ഷണങ്ങൾ അറിയണമെന്ന് പറയാൻ ഒരു ഉദാഹരണമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തഴവ ഉസ്താദ് പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒരു കത്തെഴുതുകയാണ്. കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചുറപ്പ് പലരും നിനക്ക് തന്നാലും സകലതും അടഞ്ഞു കണ്ടാലും അടുത്തു ചെന്നിടണേ, അടിമുടി അടക്കി നോക്കിടണേ, അതിനുടെ കൊളുത്തു സാക്ഷകൾ ശരിക്കു വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. വീടിന്റെ കതകും കൊളുത്തിന്റെ കൊളുത്തും സാക്ഷിയുമൊക്കെ നല്ല നിലക്ക് നോക്കിയിട്ടേ നീ കിടക്കാവൂ എന്നാണ് ഭാര്യയോട് ഉപദേശിക്കുന്നത്. പക്ഷേ മഹാനവറുകൾ തുടർന്നെഴുതുന്നുണ്ട്, കാര്യമോ ശരിയാ, പക്ഷേ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഞാനും എടുത്തു പാടിയതാ. അതിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠമുണ്ട്. അതിലും പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രാത്രിയിൽ നീ കിടന്നുറങ്ങുമ്പോൾ നിന്റെ കതകിന്റെ സാക്ഷിയും കൊളുത്തുമൊക്കെ റെഡിക്കിട്ടു എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ നമ്മുടെ നേതാവിന്റെ ലോകം എത്ര വിശാലമാണ്. ഇനിയും മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ ഞാൻ എണ്ണിപ്പറയുന്നില്ല. പുറത്തു നിന്നവരായി ആരോ തുറക്കുവാൻ വിളിയായി, എന്നാൽ ഒരിക്കലും അത് തുറക്കുവാൻ നീ മുതിർന്നു പോകരുതേ, ആരും ഉറപ്പു കിട്ടാതെ. നിന്റെ വീട്ടിലേക്ക് വിളിക്കുന്ന ഒരാൾ വിളിച്ചാൽ കതകു തുറക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ആദാബുകൾ എന്താണ്? അതും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പിന്നീട് മഹാനവറുകൾ എഴുതുന്നു, നീ പാല് കറക്കുമ്പോൾ നിന്റെ നഖം വളർത്തിയിട്ട് നീ പാല് കറക്കാൻ പാടില്ല. അത് പശുവിന്റെ അകിടിന് പ്രയാസമുണ്ടാക്കും. അത് ചെയ്യരുതേ. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അവരുടെയൊക്കെ ജീവിതം വലിയ വിനയമുള്ള ജീവിതമാണ്, താഴ്മയുള്ള ജീവിതമാണ്. അവരെഴുതുകയാണ്, കണ്ടു ഞാനിവിടെ പല പല സ്വാലീങ്ങളുടെ വീടുകളോല തൂക്കി മറച്ച് മഞ്ഞും മഴയുമേറ്റവരായി കഴിയുന്നുണ്ട് പട്ടിണിയായി. ആലിമീങ്ങളുടെ പലരുടെ ചെറിയ വീടുകളും ഞാൻ കണ്ടു. എന്നിട്ട് മഹാനവറുകൾ എഴുതുകയാണ്, നല്ല കെട്ടിടവും മുറികളിലൊക്കെ സാധനവും വെറുമൊരു ഫാസിഖായ എനിക്കു തന്നതിൽ ഞാൻ ഭയക്കുവതായി, ഉള്ളും കിടുകിടുക്കുവതായി. അല്ലാഹു തന്ന നിഅമത്തിനെ ഓർത്ത് പടച്ചവന് ശുക്ർ ചെയ്തില്ലല്ലോ എന്ന ഭയമാണ്. അപ്പോൾ മഹാന്മാർ അവരുടെ വീട്ടുകാരോട് കാണിക്കുന്ന സമീപനമാണ്, അവർക്ക് നൽകുന്ന ഉപദേശമാണ്. ഇതിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഉമ്മമാരെ, നമ്മുടെ വീടുകളിലെ ചെറിയ നടപടികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് നിയമം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ സ്വകാര്യതയിലും നീ ഭയക്കേണ്ടത് ആരെയാണ്? അല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അല്ലാഹനെ ഭയക്കാതെ ജീവിക്കല്ലേ മോളെ. ഇന്നീ സമുദായത്തിന്റെ പെൺകൊടികള് എവിടെയൊക്കെയാ ജീവിക്കുന്നത്? ഇന്നാലില്ലാഹ്. കലാലയത്തിന്റെ മുറ്റത്ത് പോയി തോന്നിവാസങ്ങളുടെ കേളീരംഗങ്ങളിലൂടെ ഈ സമുദായത്തെ മുഴുവനും അപകീർത്തിപ്പെടുത്തുന്ന എത്ര ആളുകളാ? ഇന്നാലില്ലാഹ്. അതുകൊണ്ട് നീ അല്ലാഹനെ ഭയക്കണം. എന്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ വരുമാനത്തിൽ ഒരു ചില്ലിക്കാശെങ്കിലും ഹറാമായാൽ അത് നമ്മുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തും.
ഇന്ന് കുറെ പെമ്പിള്ളരൊക്കെ ചാടിപ്പോണു. പല കാരണമുണ്ട്. അതിലൊരു കാരണം വാപ്പായും ഉമ്മായും തിന്നാൻ കൊടുത്തത് ഹലാലല്ല എന്നുള്ളതായിരിക്കും. വാപ്പയും ഉമ്മയും ഭക്ഷിക്കാൻ കൊടുത്തത് ഹലാലല്ലാത്തതായിരിക്കാം. ആ കാരണത്താലും മക്കൾ ലലാലത്തിലായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചെറിയ കാര്യമല്ല. മഹാനായ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു മക്കയിൽ വെച്ചുകൊണ്ട് ഒരു ഉദ്ധരണി വായിക്കുമ്പോൾ അവിടുന്ന് തപ്പിപ്പഴ വന്നുപോയി. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, പണ്ട് ഈമ്പിയ ഒരു പാലിന്റെ പ്രതിഫലനമാണിത്. കരഞ്ഞ സമയത്ത് അയൽവാസിയായ തള്ള എടുത്ത് ഒന്ന് അമ്മിഞ്ഞ കൊടുത്തു. സ്വന്തം ഉമ്മയിൽ നിന്ന് കിട്ടുന്നത് 100% ഹലാലായ പാലായിരുന്നു. അപ്പുറത്തെ ഉമ്മാന്റെ പാല് അത്രേ ഹലാലായിരുന്നില്ല. ഒരിക്കൽ എന്നെ എടുത്ത് പാല് തന്നപ്പോ ഒന്ന് ഈമ്പിപ്പോയി. വാപ്പ വന്ന് തലയിൽ നിന്ന് തല കീഴാക്കി പിടിച്ച് കുലുക്കി ആ പാലൊക്കെ കളഞ്ഞെങ്കിലും ഒരംശം അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഉദ്ധരണി വന്നപ്പോൾ തപ്പിപ്പഴ വന്നു പോയതെന്ന് ഇമാമുൽ ഹറമൈനി അൽ ജുവൈനി പറഞ്ഞത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണം ഹലാലാവണം. ഭാര്യയ്ക്കും മക്കൾക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ പറ്റൂല. പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത് നിന്റെ ഭാര്യയും മക്കളെ എങ്ങനെ നോക്കണമെന്നാ? നരകത്തിലേക്ക് പോണേന്ന് കൊടുക്കാൻ പാടില്ല. അറബിയുടെ മേശയെന്ന് വലിച്ചാലും, മലയാളിയെ പറ്റിച്ചാലും, കച്ചവടത്തിൽ വഞ്ചന നടത്തിയാലും, ചതി നടത്തിയാലും, മോഷണം നടത്തിയാലും അതിൽ നിന്നുള്ള വരുമാനങ്ങൾ ഹലാലല്ല. അതിലൂടെ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നീ കൊടുക്കുന്ന ഭക്ഷണം ഹലാലല്ല, ഹറാമായ ഭക്ഷണമാണ്. ഹറാമായ ഭക്ഷണത്തിൽ നിന്ന് മുളച്ചാൽ ഹറാമിൽ നിന്ന് മുളച്ചത് നരകത്തിലേക്കുള്ളതാണ്. നീ സമുദായത്തിലെ എത്രയോ പെൺകുട്ടികളാ മതവും ജാതിയും ഒന്നും നോക്കാതെ ചാടി അങ്ങ് പോവാ. നീ നാളെ അങ്ങനെ പോയ ഒരാളെ മറ്റൊന്നും ആക്ഷേപിക്കാൻ പാടില്ല. പല കാരണങ്ങളിലും ഒരു കാരണം ഇതുണ്ടാകാം. പിന്നെന്താ? ഒരാള് ഭാര്യയും ഭർത്താവും വീട്ടിൽ പ്രൈവറ്റ് ലൈഫിലാ. അപ്പൊ ഭർത്താവിന്റെ മനസ്സിലുള്ളത് വേറെ ഒരു പെണ്ണാണെന്ന് വെക്കുക. എന്നാൽ ആ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് ചാരിത്രശുദ്ധി ഉണ്ടാവില്ല. സിനിമയും സീരിയലും കണ്ടിട്ട് കിടക്കുന്ന ജനങ്ങളെ, മറ്റേതെങ്കിലും ആളുകളെ കണ്ടിട്ട് ആസ്വദിക്കുന്നവരെ, സ്വന്തം ഭാര്യയോടൊപ്പം സ്വന്തം ഭർത്താവ് അനുവദിക്കപ്പെട്ട അവരുടെ സ്വകാര്യ ജീവിതത്തിൽ, പക്ഷേ ഭർത്താവിന്റെ മനസ്സിലുള്ളത് ഏതോ ഒരു നടിയാ, കൂടുള്ളത് ഭാര്യയാണെങ്കിലും. എന്നാൽ ആ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് ലൈംഗികമായ ശുദ്ധിക്ക് വിദൂരത്തായിരിക്കും. സ്വന്തം ഭർത്താവിന്റെ കൂടെയാണ്, പക്ഷേ മനസ്സിലുള്ളത് ഒരു സിനിമാ നടനാണെന്ന് വെക്കുക. എന്നാലും ഉണ്ടാവും. ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ വകയല്ല. ഇസ്ലാം വലിയ മനഃശാസ്ത്രം പറഞ്ഞ മതമാണ്. ഇസ്ലാം വലിയ മനഃശാസ്ത്രം പറഞ്ഞ മതമാണ്. അരമനയുടെ അകത്തളത്തിൽ ഭാര്യയും ഭർത്താവിന്റെയും സ്വകാര്യ ജീവിതത്തിൽ പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളെ അക്കമിട്ട് അടയാളപ്പെടുത്തിയത് അടുത്ത ഒരു തലമുറ വിശുദ്ധമായിരിക്കാനാണ്. ഈ സിനിമയും സീരിയലും കണ്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന അരമന ജീവിതങ്ങളിൽ എന്ത് പരിശുദ്ധിയാണ്! നമ്മുടെ മക്കൾ ദീനിന്റെ വഴിയിൽ എങ്ങനെ വരാനാണ്? അതുകൊണ്ട് എന്റെ വളർന്നു വരുന്ന തലമുറയോട്, യുവാക്കളോട് പറയുന്ന, മോനെ, നിനക്ക് സ്വാലിഹായ ഒരു മകൻ വേണോ? എപ്പോഴും നീ അതിനെക്കുറിച്ച് നിതാന്ത ജാഗ്രതയുള്ളവനാകണം. പ്രത്യേകിച്ചും നിന്നിൽ നിന്നാണ് ആ കുഞ്ഞുണ്ടാവേണ്ടത്. നിന്റെ ഭക്ഷണം, നിന്റെ ചിന്ത, നിന്റെ ജീവിതം എല്ലാം ഇതിൽ നിർണായകമായ ഘടകമാണ്. അതിൽ പാളിച്ച വരല്ലേ മോനെ. ആലൂസി എന്നവരുടെ ഗാലിയത്തുൽ മവാഇദിൽ ഒരു ഉദ്ധരണി കാണാം. ഒരു ഉസ്താദിന്റെ അടുക്കലേക്ക് ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകൻ അനുസരിക്കുന്നില്ല. ഉസ്താദ് മോനെ വിളിച്ചു, എന്താ മോനെ, വാപ്പയെ അനുസരിക്കണ്ടേ? അപ്പൊ മകൻ പറഞ്ഞു, ഉസ്താദേ, വാപ്പ എനിക്ക് ചെയ്തു തരേണ്ട ഒരു 4-5 കാര്യമുണ്ട്. അത് ചെയ്തു തന്നില്ലെങ്കിൽ വാപ്പായെ ഞാൻ അനുസരിക്കൂല.
എന്തായിരുന്നു വാപ്പ നിനക്ക് ചെയ്തു തരേണ്ടിയിരുന്നത്? എനിക്ക് നല്ല ഒരു ഉമ്മാനെ തരേണ്ടിയിരുന്നു. വാപ്പാക്ക് കെട്ടാൻ കിട്ടിയത് ഇന്നാലിന്ന പെണ്ണിനെയാണ്. വാപ്പാക്ക് കെട്ടാൻ കിട്ടിയത് ഇന്നാലിന്ന പെണ്ണിനെയാ. പണത്തിന്റെയും പത്രാസിന്റെയും മാനദണ്ഡത്തിൽ ദീനീബോധമില്ലാത്ത പെൺകുട്ടികളെ കെട്ടിയെടുക്കുന്ന യുവാക്കൾ ആലോചിക്കണം. നിസ്കാരമുണ്ടോ, നെറിയുണ്ടോ, ദീനിന്റെ ചിട്ടയുണ്ടോ? അതുകൊണ്ടാണ് ദീനുണ്ടോ എന്ന ചിന്തയില്ല. നിന്റെ ഭാര്യയ്ക്ക് ദീനുണ്ടാകുമ്പോഴാണ് നിന്റെ മകന് ദീനുണ്ടാവുക, നിന്റെ മകൾക്ക് ദീനുണ്ടാവുക. അതാണ് ഈ കുഞ്ഞ് പറയുന്നത്, എന്റെ വാപ്പ എനിക്ക് നല്ല ഒരു ഉമ്മയെ തന്നില്ല, ഇന്നാലിന്ന പെണ്ണിനെയാണ് എന്റെ വാപ്പാക്ക് കെട്ടാൻ കിട്ടിയത്. രണ്ടാമതോ, വാപ്പ എനിക്ക് നല്ലൊരു പേര് വെച്ച് തരേണ്ടിയിരുന്നു. വാപ്പ എനിക്ക് വെച്ച പേര് കൽബ് എന്നാണ്. ഇന്നത്തെ ചില വാപ്പാമാര് മക്കൾക്ക് വെക്കുന്ന പേര് സാനിയ എന്നാണ്, വ്യഭിചാരിണി എന്നതിന്റെ അർത്ഥം. നല്ല ഒരു പേര് വെച്ചു കൊടുക്കണം, സ്വാലിഹീങ്ങളുടെ പേര്, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച നല്ല പേര് വെച്ചു കൊടുക്കണം. ആ പേരെനിക്ക് വെച്ചു തന്നില്ല. മൂന്നാമതായി എന്റെ വാപ്പ എനിക്ക് ഖുർആൻ പഠിപ്പിക്കണമായിരുന്നു, പഠിപ്പിച്ചില്ല. നാലാമതായി എന്റെ വാപ്പ എനിക്ക് ആദാബുകൾ പഠിപ്പിക്കണമായിരുന്നു, എനിക്ക് വാപ്പ ഒരു അദബും പഠിപ്പിച്ചില്ല. ഇനി ഞാൻ എന്റെ വാപ്പയെ എങ്ങനെ അനുസരിക്കാനാണ്? പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന രക്ഷിതാക്കൾ ആലോചിക്കണം. ഞാൻ എന്റെ മകൻ നന്നാവാൻ എന്താണ് ചെയ്തത്? എന്റെ വിവാഹത്തിന്റെ സമയത്ത് ഞാൻ മാനദണ്ഡമാക്കിയത് എന്താണ്? എന്റെ മകൻ ജനിച്ചപ്പോൾ ഞാൻ പേരിടാൻ നേരം ചിന്തിച്ചത് എന്താണ്? എന്റെ മകന് വിദ്യാഭ്യാസം കൊടുക്കാൻ നേരം ഞാൻ ആലോചിച്ചത് എന്താണ്? അവിടെ ഒന്നും അള്ളാന്റെ ദീന് പറഞ്ഞതുപോലെ ചിന്തിക്കാതെ എനിക്ക് മകൻ ആലിമാവണോന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ മകൻ നന്നാകണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങളുടെ എല്ലാമെല്ലാമായ സന്താനങ്ങളെ ഔദാര്യം കൊണ്ട് സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഖുർറത്തു ഐനാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, മനസ്സുരുകി ദുആ ചെയ്യേണ്ട കാലമാണ്. ഇതൊക്കെ ഇസ്ലാം വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. ഉമ്മമാരാണ് മക്കൾക്ക് സംസ്കാരം നൽകേണ്ടത്. പണ്ട് കാലത്തൊക്കെ ഉമ്മമാര് മക്കളെ കൈത്തണ്ടയിലെടുത്ത് വെച്ചിട്ട് പാട്ടുപാടിയത് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ്. ഗുണമണിയായ റസൂലുള്ളാഹ്, തണിപകരും തിരുനൂറുള്ളാഹ് എന്ന് തുടങ്ങിയ പാട്ടുകൾ പാടി കേട്ട മക്കള് അതേ രീതിയിൽ നിന്ന് വളർന്നു വരികയാണ്. ഇന്നത്തെ മക്കള് സിനിമകളുടെയും സീരിയലുകളുടെയും തോന്നിവാസങ്ങളുടെയും TV ന്യൂസുകളുടെയും ആൽബം പാട്ടുകളുടെയും നടുവിൽ കിടന്നുകൊണ്ട് വളരുന്ന മക്കൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നില്ല, ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങളെ അറിയുന്നില്ല, മാനങ്ങളെ അറിയുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, അല്ലാഹുവിനെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അറിഞ്ഞു ജീവിച്ചോ. നമ്മുടെ വന്നിട്ട് പറഞ്ഞു, ഇന്നേക്ക് പോയിക്കോ, അവിടുത്തെ ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. അവിടുത്തെ ജനാസ ഉയർന്നിട്ട് വീട്ടിൽ നിന്ന് ഞങ്ങളെ എത്രയോ പോയി
മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, എനിക്ക് അനുമതി നൽകി നദിയുടെ സംസ്കരണത്തിൽ പങ്കെടുക്കാനാണ്, അതുകൊണ്ട് ഞാൻ വേറൊന്നും പോകില്ല, നേരെ തിരിച്ചു. റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് രണ്ട് സ്ത്രീകൾ ഒരു ചോദ്യം ഉന്നയിച്ചു. എന്താണ് ചോദ്യം? തെരുവ് വിളക്കിൽ നിന്റെ വെളിച്ചത്തിൽ നൂല് നിവർത്താൻ പറ്റുമോ ഉസ്താദേ എന്നാണ് ചോദ്യം. തെരുവിൽ വിളക്ക് കാണാൻ, ഗവൺമെന്റിന്റെ ചെലവിൽ വെളിച്ചം കാണാനുള്ള സ്ട്രീറ്റ് ലൈറ്റ്, ആ ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ചിലപ്പോൾ ഞങ്ങൾ നൂല് നിവർത്തുക. ആ ജോലി ചെയ്യുന്നവരാ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചോദ്യം വന്നപ്പോ തന്നെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ ചോദിക്കുന്നത്? പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് ബിൻ സീരീൻ എന്നവരുടെ പെങ്ങന്മാരാ. നിങ്ങൾക്ക് പറ്റൂല, കാരണം നിങ്ങൾ വലിയ സൂക്ഷ്മതയുടെ തറവാട്ടുകാരാണ്, നിങ്ങളിൽ യാതൊരു സൂക്ഷ്മതയ്ക്ക് വിരുദ്ധമായതും ഉണ്ടായിക്കൂടാ. ആ നിലക്ക് അറിയപ്പെട്ട കുടുംബമായിരുന്ന മഹാനവറുകളുടേത് പിൽക്കാലത്തെ ഇടപാടുകൾ വീട്ടിയിട്ട് ജയിലിൽ നിന്ന് മോചിതരായി ആത്മീയമായ നേതൃത്വം വഹിച്ച മഹാനവറുകൾ. പ്രിയമുള്ളവരെ, അവരെ പോലെയുള്ള മുൻഗാമികളുടെ ജീവിതമാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ നടന്നുപോയ ഒരുപാട് ഇമാമുകൾ ഉണ്ട്, അവരുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഇന്ന് സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. 1% പോലും സൂക്ഷ്മതയുടെ വാചകം നമ്മുടെ ജീവിതത്തിൽ ബാധകമാണോ? അന്യന്റെ ന്യൂനതകൾക്ക് വേണ്ടി ദാഹിച്ചിരിക്കുന്നവർ, കിട്ടുന്നത് ഷെയർ ചെയ്യുന്നവർ, ഇല്ലാത്തത് പടച്ചുണ്ടാക്കുന്നവർ, അതുപോലെ യാതൊരു സീമയുമില്ലാതെ കളവ് പ്രചരിപ്പിക്കുന്നവർ, സ്വകാര്യതകൾ ചൂഷണം ചെയ്യുന്നവർ, മോനെ, ഇതൊന്നും ഒരു മാന്യനായ മനുഷ്യന് പറ്റിയതല്ല. ഒരാളുടെയും സ്വകാര്യത പരിശോധിക്കാൻ നമുക്കധികാരമില്ല. ഒരാളുടെയും സ്വകാര്യത പരിശോധിക്കാൻ നമുക്ക് അധികാരമില്ല. ഒരാളുടെയും അരുതായ്മ പ്രചരിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല. നീ തന്നെ ഒരു തെറ്റു ചെയ്തു എന്ന് വെക്കുക, എന്നാലും അത് പ്രചരിപ്പിക്കൽ മറ്റൊരു തെറ്റാണ്. ഒരുത്തൻ കള്ളു കുടിച്ചു എന്ന് വെക്കുക, അത് തെറ്റാണ്. എടാ ഞാൻ കുടിച്ചടാന്ന് പറഞ്ഞ് ജനങ്ങളെ അറിയിക്കൽ, അത് മറ്റൊരു തെറ്റാണ്. നിനക്ക് പരിചയമുള്ള ഒരാൾ മദ്യപിച്ചു പോയി, നീ അവരെ ഉപദേശിക്കണം. ഇന്നത്തെ പ്രവണത എന്താണ്? ഒരാൾ മദ്യപിച്ചാൽ അവൻ മദ്യപിച്ച് കിടക്കുന്ന ഫോട്ടോ എടുത്ത് അടിക്കുറിപ്പെഴുതിയിട്ട് ലോകത്തെ മുഴുവനും പ്രചരിപ്പിക്കുകയാണ്. മോനെ, അത് വലിയ തെറ്റാണ്, വലിയ ഗുരുതരമായ അബദ്ധമാണ്. ഒരാളുടെയും ന്യൂനത നിനക്ക് ഫ്ലാഷ് ചെയ്യാൻ അധികാരമില്ല. ചിലപ്പോൾ എന്തെല്ലാം അടിസ്ഥാനമില്ലാത്തതാണ് പ്രചരിപ്പിക്കുക. ഞാൻ എന്റെ ഒരു പ്രസംഗത്തിൽ യാസീൻ ഓതിയപ്പോ അതിന്റെ ആയത്തിന്റെ അവസാനത്തിൽ ചെറിയൊരു മാറ്റം അറിയാതെ വന്നുപോയി. അത് അപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടില്ല, ആരും ശ്രദ്ധയിൽപ്പെടുത്തിയതുമില്ല. ആ ഒരു ടോണിൽ അങ്ങനെ പോയി. പിന്നീട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സീഡ് ഞങ്ങൾ എഡിറ്റ് ചെയ്തു. അത് മറ്റുള്ളവരോട് പ്രചരിപ്പിച്ച ഒരാളെ നേരിട്ട് വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇറക്കിയതാണ്, അബദ്ധം ശ്രദ്ധയിൽപ്പെട്ടു, ഞങ്ങൾ തിരുത്തി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾക്കതൊന്നും അറിയേണ്ടതില്ല. നോക്കൂ സഹോദരന്മാരെ, അത് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു. എന്നോട് കുറെ ആളുകൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കത് ഓതിയപ്പോൾ അബദ്ധം വന്നു പോയതാണ്. ഞാനിപ്പോ നേരത്തെ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആദ്യം അവസാന ഭാഗം പറഞ്ഞതുകൊണ്ട് ആദ്യ ഭാഗം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി. അത് സ്വാഭാവികമായി നമ്മുടെ പ്രസംഗത്തിൽ വരുന്നതാണ്. ഇനി അത് മാത്രം എടുത്തിട്ട് ആരും പ്രചരിപ്പിക്കാൻ നിൽക്കണം. ഇതുപോലെ ഉണ്ടാകുന്നത്
സതുദ്ദേശപരമായി തിരുത്തുകയാണ് വേണ്ടത്. അത് സാധാരണക്കാരനായ ഒരാൾക്ക് തന്നെ കേട്ടാൽ മനസ്സിലാകും അതങ്ങനെ ഓതി വന്നപ്പോൾ അങ്ങ് മാറിപ്പോയതാണ്. ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്ന് വാദിച്ചാൽ അത് തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എന്റെ 1-2 വേദികളിൽ പറഞ്ഞതുപോലെ പൂനെയിൽ ചെന്നപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദിന്റെ 2 മക്കളെ ഞാൻ കണ്ടു. ചോദിച്ചു, ഏതാണ്? നിങ്ങളുടെ ഇരട്ടകളായ 2 കുട്ടികളെ കണ്ടു, ഹസനും ഹുസൈനും. എനിക്ക് ഇരട്ട കുട്ടികളും ഇല്ല, ഹസനും ഹുസൈനും ഇല്ല. നോക്കിയപ്പോഴെന്താണ്, എവിടെയോ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു പ്രവർത്തകന് ജനിച്ച 2 മക്കളെ, ഒരേ പ്രസവത്തിലുള്ള 2 കുട്ടികളെ എന്റെ കയ്യിൽ കൊണ്ടുവച്ചു തന്നു. ഞാനൊരു ഫാത്തിഹ ഓതി സലാത്ത് ഓതി അപ്പൊ ഫോട്ടോ എടുത്തു. വേറൊരാൾ അതിൽ അടിക്കുറിപ്പ് എഴുതി, ഫാറൂഖ് നഈമിയുടെ 2 മക്കൾ ഹസനും ഹുസൈനും. അങ്ങനെ ഞാൻ പൂനെയിൽ ചെന്നപ്പോ ഒരാൾ പറഞ്ഞു, ഞാനത് പറഞ്ഞു എനിക്ക് എന്റേതല്ല, വേറൊരാളതാണ്, അതാരോ ചെയ്താന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. 3-4 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കും, നിങ്ങളുടെ 2 മക്കൾ ഏതാന്ന്. അപ്പൊ ആരോ പറഞ്ഞു. നോക്കൂ, ഇതുപോലെയാണ് പല സംഭവങ്ങളും യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പ്രചരിപ്പിക്കുക. മറ്റൊരിക്കൽ ഞാൻ ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ പ്രസംഗം കൊടുക്കുന്ന ആളുകൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇന്നയാൾ മരിച്ചുപോയി. ഞാൻ അയാൾക്ക് വേണ്ടി ദ്വാരുന്നു. പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോൾ പറഞ്ഞു അയാൾ മരിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ വന്ന് പറഞ്ഞാൽ വേഗം ദ്വാരക്കലില്ല. ദ്വാരുന്നില്ലേലും പ്രശ്നമാണ്, കാരണം ഇന്നാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ദ്വാരുന്നില്ലല്ലോ എന്ന് പറയാൻ പരാതി വരും. ഇങ്ങനെ അമാനത്തുകൾ മുഴുവനും പോയ ഒരു കാലമാണ്. അമാനത്തുകൾ നഷ്ടപ്പെട്ട കാലമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ ജീവിത മേഖലയിലും സൂക്ഷ്മത വേണം. എനിക്ക് വേണം, നിങ്ങൾക്ക് വേണം. അല്ലാഹു തആല നമ്മൾ വന്നുപോയ ആപത്തുകൾ വിട്ടുവീഴ്ച ചെയ്യുമാറാകട്ടെ. വിശേഷിച്ചും ആയത്തും ഹദീസും ഒക്കെ ഉദ്ധരിക്കുമ്പോൾ വന്നു പോകുന്ന അബദ്ധങ്ങൾ അല്ലാഹു തആല കാത്തുരക്ഷിക്കുകയും വന്നുപോയത് അല്ലാഹു മാപ്പ് ചെയ്യുകയും ചെയ്യട്ടെ. നിങ്ങൾക്ക് ദുആർക്കണം. നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളാകണം. സ്വകാര്യമായ ജീവിതത്തിൽ മുഴുവനും അല്ലാഹുവിനെ പ്രത്യേകിച്ച് ഭയക്കണം. ആരോരുമില്ലാതെ വിചാരണയ്ക്ക് വിധേയമാകുന്ന കാലത്തെ നിങ്ങൾ ഓർക്കണം. നമ്മൾ ഇവിടെ എന്തെല്ലാമോ ജാടകൾ പറയാൻ പറ്റും, പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമ്പോ രക്ഷപ്പെടണ്ടേ മോനെ. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും ഇതുവരെ പറഞ്ഞു വന്നതിന്റെ ആകത്തുക എന്താണ്? അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ. നീ ഏപ്രിൽ ഫൂളിന്റെ അന്ന് കളവ് പറഞ്ഞാലും അത് രേഖപ്പെടുത്താനുള്ള മലക്കുകൾക്ക് അവധിയില്ല. നീ സ്വകാര്യതയിൽ തോന്നിവാസം പറഞ്ഞാലും മലക്കുകൾ നിന്നിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. നിന്നെ തന്നെ നേരിട്ട് വിചാരണ ചെയ്യുന്ന ഒരു നാള് വരും. നീ സ്വകാര്യ ജീവിതത്തിൽ നല്ലവനായി ജീവിക്കണം. എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ, ഞാനേറെ അവരെ സംബോധന ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, ഒരുപാട് ആഭാസങ്ങളുടെയും ആർഭാടങ്ങളുടെയും നടുവിലേക്ക് ഈ സമുദായത്തിൽ നിന്ന് വേഗം വീഴുന്നത് സഹോദരിമാരാണ്. പ്രിയമുള്ള പെങ്ങളെ, നിങ്ങൾ നല്ലവരായാൽ നിങ്ങൾക്ക് വലിയ പദവി അല്ലാഹു വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞയാഴ്ച ഒരു കിതാബ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ സമുദായത്തിൽ കഴിഞ്ഞുപോയ അള്ളാഹുവിന്റെ ദീനിന്റെ ഫിഖ് പഠിച്ച പണ്ഡിതകളെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ്. വലിയ അത്ഭുതം തോന്നി. അബൂബക്കർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാരിൽ ഒരു വലിയ മഹലിയുണ്ട് കേട്ടോ. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഭാര്യ വലിയ പണ്ഡിതയാണ്. വീട്ടിൽ വന്നാൽ ചർച്ച ഉപ്പും മുളകും അതുപോലെ തന്നെ അരിയും ചോറും അല്ല. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നാൽ ഫത്ഹുൽ ബാരിയുടെ രചയിതാവാണ്. 1,00,000-ൽ പരം ഹദീസ് മനഃപ്പാഠമാക്കിയവരാണ്. ലോകത്തെ ഏറ്റവും വലിയ സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും ആധികാരിക വ്യാഖ്യാനം എഴുതിയവരാണ്. ബദ്റുദ്ദീൻ ഇബ്നു ജമാഅ റളിയല്ലാഹു അൻഹു മുനാസബാത്തു തറാജുമുൽ ബുഖാരിയിൽ എഴുതിയില്ലേ, ഈ
സമുദായത്തിന്റെ മേലൊരു കടബാധ്യതയുണ്ടായിരുന്നു. അത് സ്വഹീഹുൽ ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം എഴുതലാണ്. ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരി എഴുതിയതോടെ ആ ബാധ്യത സമുദായത്തിന് നിറവേറ്റപ്പെട്ടു പോയി എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വലിയ ഹദീസിന്റെ പണ്ഡിതയാണ്. വീട്ടിൽ വന്നാൽ ചില ഹദീസിന്റെ ജർഹ് തഅദീൽ അഥവാ ബലാബലങ്ങൾ ചർച്ച ചെയ്യാൻ ഭാര്യയ്ക്ക് യോഗ്യതയുണ്ടായിരുന്നു എന്ന് നിസാഉം മിൻ നസ്റിൻ നുബുവയിൽ അതാ മുഹമ്മദ് ഖലീൽ ജുമഅ എഴുതുകയാണ്. ഇതുപോലെ എത്ര പണ്ഡിതകളാണ് കഴിഞ്ഞുപോയത്. നമ്മുടെ സഹോദരിമാര് പഠിക്കണം, നമ്മുടെ ഉമ്മമാര് പഠിക്കണം. അതിന് തെരുവ് തണ്ടണമെന്നില്ല, നാട് വിടണമെന്നില്ല. മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങളുടെ മക്കൾ പണ്ഡിതകളായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ വലിയ പണ്ഡിതയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇമാം മാലിക് തങ്ങളുടെ മുവത്ത മുഴുവനും പഠിച്ച മഹദിയാണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയിരുന്ന മഹദിയാണ്. അറിയില്ലേ ബീവി നഫീസ റളിയല്ലാഹു അൻഹ ആ മഹദിയെ ബഹുമാനിക്കുന്ന സമുദായമാണിത്. റാബിഅത്തുൽ അദവിയെ ആദരിക്കുന്ന സമുദായമാണിത്. എന്തിനേറെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹ വലിയ പണ്ഡിതയല്ലേ, പണ്ഡിതകളുടെ നേതാവല്ലേ. മഹദി അവരുടെ സമുദായമാണിത്. എന്റെ ഉമ്മമാര് പെങ്ങന്മാര് വീടുകളിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇന്ന് അങ്ങനെ ഒരു ചിന്ത രക്ഷിതാക്കൾക്കില്ല. ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ ആലിമീങ്ങളായാൽ അതിനെ വെല്ലാൻ വേറൊന്നിനും സാധ്യമല്ല. ഒരു മകൻ ഒരു ആലിമായാൽ കിട്ടുന്ന നേട്ടം ഒരു മകൻ ഒരു UN സെക്രട്ടറി ആയാലും കിട്ടൂല. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം ആലിമീങ്ങൾക്കാണ്. അത് തോൽപ്പിക്കാൻ സാധ്യമല്ല. സാധാരണഗതിയിൽ ഒരു ഭൗതിക കുടുംബത്തിലെ ഡോക്ടറാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, IAS ആവട്ടെ, IPS ആവട്ടെ, ഇനി പ്രധാനമന്ത്രിയാവട്ടെ, എന്തോ ആവട്ടെ, പ്രായം ചെന്ന വാപ്പ ഒരു ഭാരമാണ്, പ്രായം ചെന്ന പിതാവ് ഒരു ഭാരമാണ്. അതേ സമയത്ത് ആലിമായ വാപ്പയാണോ കൈത്തട്ടിൽ കൊണ്ടു നടക്കാൻ ആളുകളാണ്. നൂറുൽ ഉലമാ MA ഉസ്താദ് ഒരു നൂറ്റാണ്ടിനോടടുത്തപ്പോഴല്ലേ വഫാത്തായത്. അപ്പോഴും ലക്ഷങ്ങൾ മനസ്സിൽ കൊതിച്ചത് ഒരുപാട് കാലം ഇനിയും ഉസ്താദ് ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തേക്ക് ചെരുപ്പെടുത്ത് വെക്കാനാളുണ്ട്, അവിടുത്തേക്ക് വസ്ത്രം കൊണ്ട് കൊടുക്കാനാളുണ്ട്. സ്വന്തം മക്കൾ നോക്കാനില്ലെന്ന് വന്നാൽ പോലും ഒരു ആലിമ ഇവിടെ അനാഥമാവൂല. അത് ആലിമീങ്ങൾക്ക് അല്ലാഹു നൽകിയ സ്ഥാനമാണ്. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. താജുൽ ഉലമാ ഉള്ളാളത്തുപ്പാപ്പ ഒരു നൂറ്റാണ്ടോടടുത്തപ്പോഴല്ലേ വഫാത്തായത്. ഒരു ചെറുപ്പക്കാരന്റെ വിയോഗത്തെക്കാൾ വലിയ വേദനയല്ലേ നമുക്കുണ്ടായത്. ഇനിയും ഒരു നൂറ്റാണ്ടുകൂടി ഞങ്ങളുടെ കൈവെള്ളയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ ഇവിടുത്തെ നല്ല മനുഷ്യന്മാര് മുഴുവനും ചിന്തിച്ചു പോയത്. അതല്ലേ താജുൽ ഉലമാ എന്ന മഹാനായ സയ്യിദും പണ്ഡിതനും നമുക്ക് കാണിച്ചു തന്നത്. ഞാനൊരിക്കൽ മലപ്പുറത്ത് നടന്ന ഒരു സമ്മേളനത്തിൽ ആലോചിച്ചു പോയി. ഒരു പ്രധാനമന്ത്രി വന്നാൽ ചെരുപ്പെടുത്തു വെക്കാൻ ആളില്ല, ഒരു മുഖ്യമന്ത്രി വന്നാൽ ചെരുപ്പെടുത്തു വെക്കാൻ ആളില്ല. ചിലപ്പോ ശമ്പളം കൊടുത്ത PA ഉണ്ടാകാം, ശമ്പളം കൊടുത്ത പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടാകാം, എന്നല്ലാതെ ഒരാളുടെ മനസ്സിൽ തോന്നുന്നില്ല. താജുൽ ഉലമ വരുമ്പോഴേക്ക് ചെരുപ്പെടുത്ത് തലയിൽ വെക്കാൻ ആളുകളാണ്. ഒരു മന്ത്രി വന്ന് നിലത്തിരുന്ന് കാലിൽ തന്നെ അങ്ങ് പിടിക്കുകയാണ്. അതാണ് ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരുടെ സ്ഥാനം ലോകത്തൊരാൾക്കും കിട്ടൂല. ഞാനൊരു ചെറിയ മുതഅല്ലിമാണ്, എന്നാലും കാര്യം മനസ്സിലാകാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊരിക്കൽ UAE-യിൽ വലിയൊരു മുതലാളിയുടെ കമ്പനിയിൽ പോയി. നിസ്കാരത്തിന്റെ സമയമാണ്. മുതലാളി എന്റെ കൂടെയുണ്ട്. ഞാനവിടെ ഇമാമത്ത് നിന്നു.
അദ്ദേഹവും കൂടെ നിസ്കരിച്ചു. നല്ലൊരു മുതലാളിയാണ്, കുറെ തൊഴിലാളികളുണ്ട്, അവരെല്ലാം കുറെ ആളുകൾ എന്റെ കൂടെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്റെ വാപ്പയേക്കാൾ പ്രായമുള്ള ഒരാള് എന്റെ ചെരുപ്പെടുത്ത് നേരെ വെച്ചു തന്നു. ആ മുതലാളിയുടെ ചെരുപ്പ് തൊടാൻ ഒരു തൊഴിലാളിയും ഇല്ല. അവരെല്ലാം ആ മുതലാളിയുടെ ചെലവിലാണ് ജീവിക്കുന്നത്. പക്ഷേ അവരുടെ കൽബിൽ ഒരു മുത്തഅല്ലിമിനോട് കിട്ടുന്ന ബഹുമാനം ആ മുതലാളിക്ക് റബ്ബ് കൊടുത്തില്ല. എന്റെ പവറല്ല, മുതലാളിയുടെ മോശവുമല്ല, ഒരു മുത്തഅല്ലിമിന് റബ്ബ് വെച്ച ബഹുമാനമാണ്. ഇതാണ് പ്രിയമുള്ളവരെ, ഇൽമു പഠിച്ച മക്കളുണ്ടായാൽ നീ ഭൗതികത്തിൽ ആണ്ടുപൂണ്ടൊരു മോഹിയോ, നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധവുമില്ലയോ. നീ ഭൗതികത്തിൽ ആണ്ടുപൂണ്ട് പോകണ്ട, സ്ഥാനം മുഴുവനും ആലിമീങ്ങൾക്കാണ്. അള്ളാഹു പ്രഖ്യാപിച്ചതാണ്, അത് ചെറുതാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരു തമ്പുരാനും അത്ര വലിയ വലിപ്പമില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത ഒരു കുട്ടിയും ഇവിടെയില്ല. പക്ഷേ ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഭരണാധികാരി ആരാ? ഇവിടെ എത്ര ആളുകൾക്ക് പറയാൻ പറ്റും? ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കാലത്തെ ഭരണാധികാരി ആരാ? കുറച്ച് കുട്ടികൾക്ക് ചരിത്രം പഠിക്കുന്നവർക്ക് അറിയായിരിക്കും. പക്ഷേ ഇമാമുന ശാഫിഈ തങ്ങളെ അറിയാത്ത ആരും ഇവിടെയില്ല. ഷാഫി ഇമാമിന്റെ പവർ എന്താ? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ മലഅത തിബാഖൽ അർളി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാന നബി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് പോലെ ലോകം നിറച്ച ഇൽമിന്റെ രാജാവാണ്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ ആലിമീങ്ങളായാൽ വേനൽക്കാല അവധിയുടെ സമയമാണ്. നിങ്ങളുടെ മക്കളെ കൂടുതൽ ഖുർആൻ പഠിക്കാൻ വിടണം. ജാമിയ ഹസനിയയിൽ വെക്കേഷൻ ക്യാമ്പ് ഉണ്ടാവും. ഒറ്റപ്പാലം മർക്കസിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ടാകും. അതുപോലെ ഇവിടെയുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് ഉണ്ട്. ജാമിയ ഹസനിയയുടെ നേതാക്കളായ ഉസ്താദുമാരാണ് കൊമ്പം ഉസ്താദും മറ്റുമൊക്കെ. 24-ാം തീയതി അവിടുത്തെ വാർഷിക സമ്മേളനമാണ്. 24 വരെ അതിലെല്ലാവരും സംബന്ധിക്കണം. അത് പ്രിയമുള്ള സഹോദരന്മാരെ, ആ നിലക്ക് നമ്മുടെ മക്കൾ ആലിമീങ്ങളായാൽ അതുവഴി കിട്ടുന്ന ഒരു സ്ഥാനമാനം വേറെ ഒരു നിലക്കും കിട്ടൂല. നിങ്ങളുടെ ഒരു മകൻ ഹാഫിളായാൽ അതുവഴി കിട്ടുന്ന മൂല്യം വേറെ കിട്ടൂല. അല്ലാഹുവിൽ ചിന്തയുള്ളവരായി ജീവിക്കണം. ഒരു ചെറിയ കാര്യം വലിയ കാര്യമാണ്. അതിൽ നിന്ന് കുറച്ച് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എല്ലാ വിജയത്തിന്റെയും നിദാനം എന്താണ്? രണ്ട് ലോകത്തെയും വിജയത്തിന്റെ നിദാനം എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെക്കണം. ആ ഇഷ്കിലൂടെ അല്ലാതെ നമുക്ക് വിജയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹം വെക്കണം. നന്നായി സ്വലാത്ത് ചൊല്ലണം. ഹബീബുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും മാനിക്കണം, ഇഷ്ടം വെക്കണം. അറിയുമോ സഹോദരന്മാരെ, എല്ലാ മഹാന്മാരും വിജയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്, അഥവാ ഹബീബിനോടുള്ള ഇഷ്കിലൂടെയാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? ഈ ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണും. മഹാനവറുകൾ പറയുകയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. മിറാറൻ അദീദാ, ഒരുപാട് തവണ ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ എന്നെ ഫഖീഹ് എന്ന് വിളിക്കും, ചിലപ്പോൾ എന്നെ അലിമേന്ന് വിളിക്കും, ചിലപ്പോൾ എന്നെ ആദരിക്കും, ചിലപ്പോൾ നബിതങ്ങളുടെ തളികയിൽ നിന്ന് ഞാൻ കാരക്ക എടുത്ത് കഴിക്കും, ചിലപ്പോൾ എനിക്ക് പഴവർഗ്ഗങ്ങൾ തരും, ചിലപ്പോൾ ഞാൻ പറയും തങ്ങളെ വലിയ വലിയ പരീക്ഷണങ്ങളിലാണ്. അപ്പോൾ പറയും, പേടിക്കേണ്ട മോനെ,
മോനെ താങ്ങും തണലും ഞാനാണ് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ചിലപ്പോൾ എന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി അവിടുത്തെ മിമ്പറിൽ ഇരുത്തും. ചിലപ്പോൾ ചില ആളുകളെ എന്റെ ദർസിലേക്ക് പറഞ്ഞു വിടും. ഇതെല്ലാം ഇമാമുൻ ശഫീഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും എല്ലാ വിജയത്തിന്റെയും നിദാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ സുന്നത്താണ്. ആ സുന്നത്ത് വിട്ടൊരു മാർഗവും നമുക്കില്ല. കണ്ടില്ലേ, മഹാന്മാരിൽ ഒരാൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അതാ മദീനയിൽ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളുകളിൽ ഒരാൾ നല്ല മീശ വളർത്തുന്ന ആളാണ്. നല്ല മീശ വളർത്തുന്ന ആളാണ്. അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ മീശ വളർത്തരുത് ഇങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ ഉസ്താദ് അങ്ങനെ മീശ വളർത്തിയിരുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ഈ മീശയുടെ 2 കൊമ്പൊക്കെ റെഡിയാക്കി വെച്ച് നടക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ഈ മീശ ഒഴിവാക്കൂല. അവസാനം അതാ ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ إذا رأيت النبي صلى الله عليه وسلم في المسجد الشريف നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിൽ കാണുകയാണ്. വന്നാസു ഹൗലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും ആളുകളുണ്ട്. വഅന മിൻ വറാഇ ശുബാക്കിൽ ഹദീദ്, ഞാൻ ഒരു ജനലിന്റെ ബാക്കിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയുടെ ഉള്ളിലാണ്. ഞാൻ ഖിബിലയുടെ ഭാഗത്തുള്ള ജനലിന്റെ ബാക്കിലാണ്. ഞാൻ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തുണ്ട്. ഫകുല്ലമാ ഹമംതു ബിദ്ദുഖൂലി മിനശ്ശുബാക്കി, ജനലിലൂടെ ഞാൻ നബി തങ്ങളിലേക്ക് അടുക്കാൻ നോക്കുമ്പോൾ യദ്ഖുലു റഅസി, എന്റെ തല അകത്തേക്ക് കടക്കുന്നുണ്ട്. എന്റെ മീശയുടെ ഭാഗം എത്തിയാൽ എന്റെ മീശയുടെ 2 കൊമ്പും കമ്പി പോലെയായി ഉടക്കി നിൽക്കുകയാണ്. എനിക്ക് നബിതങ്ങളിലേക്ക് അടുക്കുന്നില്ല. വറഅയ്തുഹുമാ ഖദ് സാറാ മിൻ ഹദീദ്, ഈ എന്റെ മീശയുടെ 2 വാൽ 2 ഭാഗവും കൊമ്പ് പോലെയായി, അത് കമ്പി പോലെയായി എനിക്ക് തടസ്സമായി നിൽക്കുകയാണ്. എനിക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ കഴിയുന്നില്ല. വീണ്ടും വീണ്ടും ഞാൻ പോയി നോക്കി. അപ്പോഴെല്ലാം എന്റെ തലയാ ജനലിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. മീശയുടെ ഭാഗം വരുമ്പോൾ അത് ഉടക്കി നിൽക്കുന്നുണ്ട്, കമ്പി പോലെ നിൽക്കുകയാണ്. അതാ ബഹുമാനപ്പെട്ട ഇബ്നു ഫർഹൂൻ റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, പ്രിയമുള്ളവരെ, അങ്ങനെ പല പ്രാവശ്യം ഞാൻ കടന്നു നോക്കിയപ്പോഴും എന്റെ ഈ മീശ കാരണം എനിക്ക് നബിതങ്ങളിലേക്ക് അടുക്കാൻ കഴിയുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി, ഈ മീശ ഞാൻ ഇങ്ങനെ വെക്കുന്നത് ശരിയല്ല. എന്റെ ഖൽബ് തേങ്ങിപ്പോയി. ഞാൻ ഉണർന്ന പാടെ എന്റെ മീശയുടെ 2 ഭാഗവും വെട്ടിക്കളഞ്ഞ് സുന്നത്തനുസരിച്ചുകൊണ്ട് ഞാൻ ചിട്ടപ്പെടുത്തി.